ഒരാൾ മൂക്കിലേക്ക് ഒരാൾ ചെവിക്കാക്കി ഇത് കൊയ്ത്ത് അവര് കൂടിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ ആ വഴി പൊട്ടേക്കാരൻ ഈ വഴിക്ക് പോവാന്ന് കുളവാഴ പൂവ് നൊസ്റ്റാൾജിയ വരുന്ന പൂവ് അത് അല്ലേ. അരികിൽ നീ വരുമ്പോ എന്തു രസമാണീ സന്ധ്യ. നമുക്ക് ചോദിച്ചു പോവാം. പട്ടിച്ചന്തയ്ക്ക് വന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞ രണ്ടു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് തൃശ്ശൂര് പുല്ലഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് പാടത്ത് കോൾപ്പാടത്ത് നിറയെ സൂര്യകാന്തി കൃഷി ചെയ്തിട്ടുള്ള സ്ഥലം. നമ്മൾ 2-3 കൊല്ലം മുമ്പല്ലേ വന്നിട്ടുള്ളത്? ഞാൻ വന്നിട്ടില്ലേ? സരിത വന്നിട്ടില്ലേ? പക്ഷെ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പെയിന്റ് അടിക്കുന്ന മഹേഷും ശിവയും പറഞ്ഞു അജേട്ടോ വരൂ ഞങ്ങളുടെ പുല്ലഴി പാടത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ശോഭ സിറ്റിക്ക് കാണുന്നിട്ടത് അവിടെ കാണാം. ഇതാ മറ്റേ ഈ ഒളരിന്ന് വരുന്ന ഒളരി മദർ ഹോസ്പിറ്റലിലേക്കില്ലേ അവിടെ നിന്ന് വരുന്ന റോഡാണ് ഇട്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ പാടത്ത് വന്നു. പാടത്ത് വന്നപ്പോൾ ഒന്നുമില്ല ഇവിടെ. പാടത്ത് വന്നപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കുന്നത് എവിടെയാണ് വഴി, എവിടേക്കാണ് ഈ കോൾപ്പാടത്തേക്ക് പോകല, കോൾപ്പാടത്തേക്ക് പോകുന്നതല്ല പൂക്കൾ എവിടെയാണെന്നുള്ള ആർക്കും അറിയില്ല. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഇവിടെ വന്നത് ഇപ്പൊ നല്ല രസം. തലിപ്പുറത്തിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഇമ്രാനെയും ചാർലിനെ കൊണ്ടുപോകണം. അപ്പൊ ഞങ്ങള് പക്ഷെ അവര് വണ്ടിയെ കയറി ഛർദിക്കും എന്നെ പോലെയാ. നമുക്ക് നേരെ വണ്ടി അവിടെ നിർത്തിട്ട് നോക്കിയാ ആളുകളോട് ചോദിച്ചു. ആളുകൾക്ക് ആർക്കും അറിയണില്ല. അത് കുറെ പേര് ആ ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചെങ്കിൽ അറിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർക്ക് അറിയാൻ പറ്റും. ആ ചേട്ടനോട് ചോദിക്കും. ഞാൻ ചോദിക്കും. ഇല്ല ആ ചേട്ടൻ പോയി സരിത ഓടിച്ചു നോക്കിട്ട സൂര്യകാന്തി പാടം. ഇവിടെ അടുത്ത് സൂര്യകാന്തി പാടം എവിടെയാ? സൂര്യകാന്തി പൂക്കള് കഴിഞ്ഞ വെരി ഗുഡ്. സൂര്യകാന്തി ഒക്കെ കൊഴിഞ്ഞു പോയി. വണ്ടി പോവല്ലേ? കാറ് പോവോ? കാറ് കിടക്കില്ല. നേരെ പോയി ഇങ്ങനെ വളഞ്ഞ അങ്ങോട്ട് അതില് പോയില്ലേ? ആ ശരി ശരി. താങ്ക് യു ചേട്ടാ. കൊയ്ത്ത് കാണാം, ആളുകൾ കാണാം. പട്ടിച്ചന്തയ്ക്ക് വന്ന പോലെ എന്ന് പറഞ്ഞു. കഴിഞ്ഞ 2 കൊല്ലം മുന്നേ ചേട്ടൻ വന്നത് അന്ന് ചേട്ടൻ മാത്രമേ വന്നുള്ളൂ. അപ്പോഴും തന്നെയായിരുന്നു അവസ്ഥ. ഒക്കെ പൂവൊക്കെ കൊഴിഞ്ഞു വന്നോണ്ടിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ നിരാശരല്ല. അതെ ഇവിടെ കൊയ്ത്തുണ്ട്. പൂവൊക്കെ കൊഴിഞ്ഞു. കുറ്റിയെങ്കിലും ഞങ്ങൾ കണ്ടിട്ടാ പോവുള്ളൂ. നിങ്ങളെ അത് കാണിച്ചു തരും. കണ്ട കൊയ്ത്ത് നടക്കണ്ട. ഇവിടെ കൊക്കുകളാണ്, നിറയെ കൊക്കുകളാണ്. ഈ കൊയ്ത്ത് നടക്കുന്ന സ്ഥലത്ത് മുഴുവൻ കൊക്കുകളാണ്. എന്തായാലും ആ വഴിക്ക് നമുക്ക് പോയോക്കല്ലേ? വണ്ടി എന്തായാലും കാറ് പോവും. അവിടെ നോക്കിയേ, അവിടെ കാറ് പോണ്ടല്ലോ അവിടെ. അതിൽ കൂടെ ഈ വഴി നേരെ എങ്ങനെ പോവാ? ആ വഴി പൊട്ടയാണ്. അതിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ ആ വഴി പൊട്ടേക്കാരൻ ഈ വഴിക്ക് പോവാന്ന് ചേട്ടൻ പറയാ. മറ്റേ അനുരാഗ് കൊട്ടാര സിനിമയില് പറയില്ലേ, പേന പോയത് അവിടെയല്ല ഇതിനെന്ത് ഇവിടെ തപ്പണേന്ന് ചോദിക്കുമ്പോ അവിടെ വിളിച്ചില്ലേ ഇവിടെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ പോലെ അതിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അല്ല ഈ വഴി ശരിക്കും ഇങ്ങനെ ഇട്ട് പോയിട്ടുണ്ട്. ആ വഴി അവിടെ കാറ് സെന്ററിൽ എടുക്കണണ്ടാ, അതിന് കവർ ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ലെന്ന്. അപ്പൊ നമ്മൾ അവിടെ വരെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിക്കാൻ പറ്റില്ല വണ്ടി. അതുകൊണ്ടാണ് പറഞ്ഞ അത് ഇവര് പറഞ്ഞു കേട്ടില്ലേ വണ്ടി പൂലെന്ന്. ആര് പറഞ്ഞു? ഇവിടെ അവിടുത്തെ അയാൾ പറഞ്ഞില്ലേ അതില് കാറ് പൂലെന്ന് പറഞ്ഞില്ലേ. നമ്മളിപ്പോ പണി കിട്ടും. അല്ല പിന്നെ എന്തുട്ട് ചെയ്യാൻ പോവാ? അങ്ങോട്ട് വാ, ഇതിലങ്ങോട്ട് പോവാ, എങ്ങടെങ്കിലൊക്കെ പോവാന്ന് വെച്ചാ വാ. നമുക്ക് ചോദിച്ചു പോവാം. കാര്യട്ടാ ഇങ്ങോട്ട് വന്നത് വളരെ രസകരമായി. എന്തൊരു നല്ല കാറ്റ്, എന്തൊരു നല്ല സായാഹ്നം, ഇത്ര നല്ല അന്തരീക്ഷം. ആളുകളൊക്കെ നടക്കണണ്ട. അപ്പോ ശരിക്കുള്ള വഴി ആ ഓട്ടോറിക്ഷ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴി പൊട്ട വഴിയാണെന്ന് പറഞ്ഞിട്ട് നല്ല വഴി കൂടെ വന്നതാണ്. ഒരു 2 കിലോമീറ്ററോളം വന്നു. ഇവിടെ ഒന്നും കാണാനില്ല. അപ്പൊ തിരിച്ചു പോവാണ്. എന്താ വല്ലതും പറയാണ്ട ചേട്ടൻ? പറയാന്ന് പറഞ്ഞു എനിക്ക് അറിയില്ലല്ലോ.
ഞാനിപ്പോ ഇതൊരു പറയാ. ആ അതിന് നമുക്കറിയില്ലല്ലോ. ആ ഡയലോഗ് പറയും ചേട്ടാ. വണ്ടി തിരിക്കട്ടെ. ഒന്നും കാണാനില്ല. അതാണ് ചേട്ടന്റെ മെയിൻ ഡയലോഗ്. നമുക്കറിയില്ലല്ലോ. ഇപ്പൊ ഇങ്ങോട്ട് വരെ വന്ന കാരണം കൊണ്ടല്ലേ നമുക്ക് മനസ്സിലായി ഇതല്ല വഴി എന്നുള്ളത്. തിരിക്കുമ്പോഴത്തെ അച്ഛന്റെ മുഖത്തെ ഗൗരവം എടുക്കട്ടെ. ഇവിടെ വീതിയില്ല, രണ്ട് സൈഡ് മെറ്റലിട്ടിട്ട് നിറച്ച കാരണേ തിരിക്കത്തി ബുദ്ധിമുട്ടാ. അല്ല വണ്ടികൾക്ക് ഇവിടെ വെറുതെ മെറ്റലിട്ട് കണ്ടില്ലേ, റോഡൊന്നും കാണിച്ചു കൊടുത്ത പരാജയം നമുക്ക് പുത്തരിയൽ. പക്ഷെ പരാജയം നമുക്ക് പുത്തരിയല്ല. പക്ഷെ അറിഞ്ഞുകൊണ്ട് പരാജയത്തിലേക്ക് പോണ ആൾക്കാരെ കണ്ടിട്ടില്ലെങ്കിൽ ഇതേ കണ്ടോ, ഇതല്ല വഴി എന്ന് അറിഞ്ഞിട്ടും പോകുമ്പോ തിരിക്കുന്നു. റോഡ് നോക്കിയേ, അങ്ങോട്ട് തിരിച്ചേ, അങ്ങോട്ട് കണ്ട വിജനമായ റോഡാണിത്. അതുകൊണ്ട് റോഡിൽ കൂടെ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ആണ്. കാരണം ഈ റോഡ് ടാർ ഇട്ടിട്ടില്ല, ഇങ്ങനെ വെറുതെ മെറ്റിട്ടിട്ടുള്ളോ. അപ്പൊ ഈ റോഡിൽ കൂടെ ആരാ വണ്ടി എടുത്തേ? അല്ല ഞാൻ ഈ റോഡ് കണ്ടപ്പോ വിചാരിച്ചു ഇത് ഇങ്ങനത്തെ റോഡാണല്ലോ, അതുകൊണ്ട് പോവാന്ന് വെച്ചു. മറ്റേതങ്ങനെയല്ലല്ലോ. മറുപടി പറയാ ദൈവമേ. അല്ല മറ്റേ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിട്ട വഴിയാണ്. അവിടെ റോഡ് ചിലപ്പോ അങ്ങോട്ട് അവിടെ പോയിട്ട് പിന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അപ്പൊ വന്ന പാലത്തിനോടിങ്ങനെ പോണം. ഒരു യാത്രയുടെ അവസാനം ആണം കേട്ടു. സൂര്യൻ അസ്തമിക്കുന്ന നോക്കിയേക്കോ ഗ്ലാസിന്റെ പിന്നെ ഇവിടെ നോക്കിയ അവിടേക്ക് ഇനി എത്തേണ്ടത് നമുക്ക് കേട്ടാ. നമ്മള് റോഡിന്റെ നടുവിൽ നിന്ന് നിർത്തിയിട്ട് അവിടെ വണ്ടികളൊന്നും വരില്ല, മെറ്റല് പുതിയതായിട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ സരിത ഇവിടെ ഒരു കാഴ്ച കണ്ടു എന്ന് പറഞ്ഞിട്ട് നിർത്തിയത്. സൂര്യകാന്തി കണ്ടില്ലെങ്കിലും എന്തൊരു കണ്ടെന്ന് പറഞ്ഞത്, ഞാൻ കിളിക്കൂടുകള് ഭയങ്കര രസകരമായ ഒരു കാഴ്ച നോക്കിയേ. ആ കിളിക്കൂട് നോക്കിയേ, പുല്ലുമ്മ കിളികൾ കൂട്ടിയോണത്. അല്ല കിളികൾ കൂട്ടിയോണത് കിളിക്കൂട്. ഈ ഈ ഇല അങ്ങനെ മെടഞ്ഞവരുണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ട്. ഈ കൂടുകൾ എല്ലാത്തുമ്പിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. കണ്ട ജഗുവ അതുമ അവിടെ 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 അവിടെയൊക്കെ കിളികളുണ്ട്. അതിന്റെ ഒപ്പം തന്നെ മനോഹരമായ കാഴ്ചയാണ് നോക്കിയേ. സൂര്യൻ നോക്കിയേ, എന്തുട്ടതിന്റെ ഭംഗി നോക്കിയേ. ഇനിയിപ്പോ അതൊക്കെ കാണിച്ച് അയ്യോ ഡ്യുവൽ സിനിമ പോലെ കേറ് വണ്ടിയില്, വണ്ടി വരുന്നു. കേറ്. സൂര്യകാന്തി അന്വേഷിച്ച് പോയി ഞങ്ങൾ കിളികളെ കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഞങ്ങളുടെ പിന്നിലെ ഒരു ലോറി വന്നു, ഡ്യുവൽ സിനിമയിലത്തെ പോലെ ഒരു ലോറി. കാരണം വെച്ചാൽ വണ്ടി പിന്നിൽ അവർക്ക് വളരെ വേഗത്തിൽ പോകാനും പറ്റില്ല. അല്ല ഞങ്ങൾക്ക് വളരെ വേഗത്തിൽ പോകാൻ പറ്റില്ല, നമ്മുടെ കാറാണല്ലോ, അവർക്ക് ലോറിയാണല്ലോ, അവർക്ക് വളരെ വേഗത്തിൽ. നിങ്ങൾ കണ്ട സൂര്യകാന്തി? ഇല്ലേ, ഞങ്ങളും കണ്ടില്ല. അല്ല ഇതിൽ കൂടെ പോണത്രേ, പക്ഷെ മഴ പെയ്തപ്പോ എല്ലാം കൊഴിഞ്ഞു പോയിന്ന്, പൂവില്ലാന്ന്. എവിടെ വീട്? ഇവിടെ അടുത്താ? അപ്പൊ നമുക്ക് മറ്റേ ചൂണ്ടയിടണ വല്ല സാധനം ഉണ്ടെങ്കിൽ ചൂണ്ടിട്ട് മീനെങ്കിലും പിടിച്ച് പോയിരുന്നു. ചോദ്യം ഉണ്ട്. ഇതെവിടേക്ക് ഇപ്പൊ ഞങ്ങളെയും കൊണ്ട് പോണു ചേട്ടൻ? ഇവിടേക്ക് വെറുതെ നടക്കാം, ഇവിടെ ആളുകൾ ഇരിക്കുന്നുണ്ടില്ലേ, ചെയ്യാം. ഇങ്ങനെയുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ ഇവരെ കാണിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ കടമ. ഭയങ്കരായി വിനോദസഞ്ചാര കേന്ദ്രം. നല്ല കേന്ദ്രല്ലേ, എന്ത് രസാ. ഇത് എവിടെ കിട്ടത്രയും പൈസ, കുറച്ച് പൈസയൊക്കെ ചെലവഴിച്ചിട്ട് ഇത്തിരി ദൂരത്തേക്കൊക്കെ കൊണ്ടുപോകാൻ ഞങ്ങളെ. കാശ് ചെലവഴിച്ചാൽ മാത്രമാണ് നല്ലത് എന്നുള്ളത് ആരധാരണയാണ്. ഞാൻ പറയാം എന്നുവെച്ചാ 10-15 കൊല്ലം മുന്നത്തെ പോണ്ടിച്ചേരി യാത്ര വഴി തെറ്റാണ്ട് ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ? അല്ലെങ്കിൽ വഴി തെറ്റിയെ കൂടെ പോയാലോ? ഈ വഴി കൂടെയൊക്കെ നമ്മൾ പോയി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് ബാംഗ്ലൂർക്ക് പോവാം. നമുക്ക് പോണ്ടിച്ചേരിക്ക് പോകണ്ട, പോണ്ടിച്ചേരിയിൽ കാണാൻ ഒന്നുമില്ലേ അല്ലേ? ശരിയാ, പോണ്ടിച്ചേരി ഒരു ജാതി തല്ലിപ്പൊളി സ്ഥലം. അയ്യോ ഈശ്വരൻ, എനിക്ക് കാല് വേദന എടുക്കുന്നു. ഇല്ല, നമുക്കിവിടെ ഒരു ആട്ടങ്ങളെ വളർത്തുന്ന ഒരു ചേട്ടൻ ആട്ടങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. ആട് എന്നും ഒരു വീക്ക്നെസ് ആണ് ചേട്ടൻ. മൃഗം ആടാണ് നടക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ടല്ലേ. സാധാരണ ആട്ടങ്ങൾ നല്ല രസമാണ്, ആട്ടങ്ങളെ കൊണ്ട് നടക്കുന്നത്. അയ്യോ ആട് കുത്തും.
സരിത ആടിന്റെ ഇടകൂടെ നോക്കി വേണ്ട അവറ്റകള് കുത്തും നമ്മളെ. എന്താ പറ്റിയിട്ടുണ്ട്? പരിക്ക് പറ്റിയിട്ടുണ്ട്. അയ്യോ ആള് ചെരിഞ്ഞ് വരണേ. അയ്യോ കാലിലെന്താ പറ്റിയതാണല്ലേ? കാലിലെന്താ പറ്റിയത്? നെഞ്ചുവേനല്ലേ? കുഴപ്പമില്ല. അതെ. അയ്യോ ആ എന്തിട്ടാന്ന്? വണ്ടി തട്ടിയതാണ്. അയ്യോ 30,000 രൂപ വരെ പറഞ്ഞ കൊറ്റനാന്ന്. ആ കഷ്ടായി. അവര് നഷ്ടം കണ്ട വണ്ടി തട്ടിയതാണ്. വണ്ടി തട്ടിയപ്പോ അതിന് ക്ഷീണിച്ചു. 30,000 വരെ പറഞ്ഞ കൊറ്റനാന്ന്. അതല്ല പൈസ കിട്ടണല്ലോ, അതിന്റെ ഒരു ചെരിഞ്ഞ് പോകും. അത് ഒന്ന് ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞ ആട്ടങ്ങളെ വിറ്റിട്ടാണ് ഇവർക്ക് ആളെ വരുമാനം. അല്ല വീട്ടില് പെട്ടെന്ന് കിടക്കണ്ടല്ലോ വെച്ചിട്ട് കൊണ്ടുവരാന്ന്. ഇവിടെ ഒന്ന് തിന്നാനെങ്കിലും പറ്റില്ല അതിന്. ഇതേ കാണുന്നുണ്ട് ശോഭ സിറ്റിയാണ് കണ്ട എൻ്റെ കയ്യിൻ്റെ നേരെ 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 ഇതിലേണ്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തേക്കാണ് കുന്നംകുളം ഗുരുവായൂർ റോഡിലേക്കാണ്ട് എത്താം. ആ കുന്നും മലയൊക്കെയാണ് അമല ഹോസ്പിറ്റലിൻ്റെ ഏരിയ കേട്ടോ. അത് വിലങ്ങുന്ന്, അത് കാണുന്നതാണ് വിലങ്ങുന്ന് കണ്ട. ആളുകളിവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നുണ്ട്. ഓരോരുത്തരുണ്ട് അവർ നടന്ന് റീൽസൊക്കെ ചെയ്യാനും തോന്നുന്നു കണ്ട. ഇങ്ങനെ പിടിച്ചിട്ട് ഡാൻസ് അറിയാൻ റീൽസ് ചെയ്യായിരുന്നു അല്ലേ? സരിതൊരു പാട്ട് പഠിക്കുക. വേണ്ട പാട്ട് പാടില്ല, ചേട്ടൻ പഠിക്കും. ഞാൻ ഏതെങ്കിലും ഒരു പാട്ടിരുന്ന് പഠിക്കണ്ടായിരുന്നല്ലോ ചേട്ടൻ. പാടണം എന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ പാടണം എന്നിട്ട്. ഞാൻ പാട്ട് പാടണം. ആ ജഗ്ഗുവിന്റെ പാട്ട് ഇതുവരെ ആരും കേട്ടിട്ടില്ല അല്ലേ? ജഗ്ഗു ഒരു പാട്ട് പാടിയടാ. കണ്ടാലവളൊരു തണ്ടുകാരി, മിണ്ടിയാൽ തല്ലുന്ന കോപക്കാരി. അങ്ങനെയല്ലേ പാട്ട്? ആ എനിക്കറിയില്ല ആരെ കുറിച്ചിട്ട് പറഞ്ഞേ. എന്നെയല്ലല്ലോ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഞങ്ങൾ നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രം കണ്ടു. പുല്ലരി, തൃശ്ശൂർ ജില്ലയിലെ പുല്ലരി എന്ന് പറഞ്ഞ ഏരിയ. വെറുതെ ആളുകൾ കിടന്ന് കാറ്റ് കൊണ്ട് നടക്കാനായിട്ടുള്ള പറ്റിയൊരു സ്ഥലമാണ്. അതായത് ഈ സമയങ്ങളിലൊക്കെ ഇത് ഉഷ്ണമില്ല, മനോഹരമായ കാറ്റ്, നല്ല മഞ്ഞിങ്ങനെ ചെറുതായിട്ടുണ്ട് പെയ്ത് വരാൻ പോണു. നോക്കിയാൽ അവരൊക്കെ പാടത്തോടെ നടക്കണം. നോക്കിയേ നമുക്കും പാടത്തോടെ നടക്കാം. എനിക്ക് പാടത്തോടെ നടക്കണം എന്നില്ല, ആഗ്രഹമില്ല. പല പല സ്ഥലങ്ങളിലും കൊയ്ത്ത് നടക്കണ്ടേ. ഇപ്പം മെഷീനുകളാണല്ലോ മുഴുവൻ കൊയ്ത്ത് നടക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾ അരിവാള കൊണ്ട് കൊയ്ത് ഇതാണ് ആറ്റുവഞ്ഞി എന്ന് പറഞ്ഞ സാധനം. തോന്നുന്നു ആറ്റുവഞ്ഞിയല്ലേ? ആറ്റുവഞ്ഞി എന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ നല്ല പാമ്പുകളുണ്ടാവും. തരുതേ എന്തിട്ട് നമ്മളെപ്പോഴും ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ല, അപ്പം ഉണ്ടാവില്ല. ഇത് ഭയങ്കര സുഖ. മൂക്കിലിക്കാ തുമ്മണം. ആദ്യമായിട്ട് ഒരാൾ മൂക്കിലിക്കാക്കാൻ പറയണ കേൾക്കണം. സുഖം അനുഭവിക്കട്ടെ. ചെവിയിലേക്ക് അയക്കാനാ വേണം. എന്തൊരു തേങ്ങ ഒരാൾ മൂക്കിലേക്ക് ഒരാൾ ചെവിയിലേക്ക്. ചേട്ടൻ വല്ല കുഴപ്പമുണ്ടാവോ? ഒരു കുഴപ്പമുണ്ടാവില്ല. എങ്കിൽ ഞാൻ ആക്കിയരാ. അത് ചെറുതായോ? അവിടെ നിൽക്കാം. ഇത് മറ്റേ കല്യാണത്തിനൊക്കെ കേറില്ലേ മൂക്കിലേക്ക്. കാണുമ്പോ വലിയ ഓട്ടയുണ്ടെന്നുള്ളത് നീ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കേട്ടോ. അങ്ങനെ ഇത് സ്മൂത്ത് ആയിട്ട് കയറണം. തല തിരിക്കരുത്. കേറില്ല. തുമ്മാൻ സമ്മതിക്കില്ലേ? അപ്പൊ ഇങ്ങനത്തെ വൈബ് നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പുല്ലരി പാടത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഭാര്യമാര് ഇങ്ങനെയൊക്കെ ഭർത്താക്കന്മാരെ ദ്രോഹിക്കുന്നതൊക്കെ കാണാം, ചെയ്യാം. കഴുതിക്കൂട്ടി ദ്രോഹിപ്പിച്ചതാണ്, ചെയ്യിപ്പിച്ചതല്ലേ, മൂക്കിലിടാൻ പറഞ്ഞിട്ട്. നല്ല രീതിയില് ഇതൊക്കെ നല്ല രസരസരുത. എന്ത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇരിക്കാൻ പറ്റണ വഴി അതായിരുന്നു. അവിടെ രസാ രണ്ട് സൈഡും. ഇവിടെ തീയിട്ടുണ്ട്, ഈ രണ്ട് സൈഡ് തീയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് അടിപൊളിയായിട്ട് സൂര്യകാന്തി പൂ കണ്ടിരുന്നെങ്കിലേ. അവിടെ എന്തൊട്ടോ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്. ആ പക്ഷീനെ ഇരിക്കും എടുക്കണം. പക്ഷീനില്ല, അയാളുടെ വെള്ളത്തിൽ കുഴിയണത്.
ഒരു സൗണ്ട് കേൾക്കണ്ടല്ലോ. എലിപ്പെട്ടിയാ? മോട്ടറല്ലല്ലോ ഇവിടെ തടഞ്ഞേക്കണതല്ലേ തടസ്സം, അതിൽ കൂടെ വെള്ളം ചാടണതാ. ഈ കോൾപ്പാടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിശാലമായിട്ടുള്ള ഓരോന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-200 ഏക്കർ 300 ഏക്കർ 150 ഏക്കർ ഇങ്ങനത്തെയൊക്കെ ഓരോ അളവുകളുണ്ടാവും. നമുക്കുണ്ടായിരുന്നു പണ്ട് കൃഷിസ്ഥലം, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും ഉണ്ട്. കൃഷി അതായത് നമ്മള് പണ്ട് ഈ യന്ത്രങ്ങളാണല്ലോ ഇപ്പോൾ കൊയ്യുന്നതൊക്കെ. നമ്മൾ നടുന്നതും യന്ത്രങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊയ്ത് അരിവാളുകൊണ്ട് കൊയ്ത് ഒരു കറ്റ ചോന്നിട്ടേ ഈ പാടത്തിൻ്റെ നടുവിൽ അവിടെ നോക്കിയോ അത്രയ്ക്ക് ദൂരത്തു നിന്നൊക്കെയോ നമ്മൾ കറ്റ ചോന്നിട്ട് തലയിൽ ചോന്നിട്ട് ഈ 10-15 ചുരുട്ടുകൾ ഒരുമിച്ച് തലയിൽ ചോന്നിട്ട് ഒരു 1.5-2 കിലോമീറ്റർ ദൂരത്തേക്കാണ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതും ചുട്ട വെയിൽ കൊണ്ട് മരിക്കും ഞങ്ങൾ. രാത്രി 10 മണി വരെയൊക്കെ കറ്റ ചോക്കലെ പണി. എപ്പോൾ തുടങ്ങിയ കാലത്ത് കഞ്ഞിയും കൂട്ടാനൊക്കെ കൊണ്ടുപോയിട്ട് ഈ കൊയ്ത്ത് അവർ കൊയ്ത്ത് വയ്ക്കും. അമ്മയും പിന്നെ പെണ്ണുങ്ങളെ ശിലാവ് ചേച്ചി വല്യമ്മ അവരൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് പണിക്ക്. എന്നിട്ട് നമ്മളതൊക്കെ ചോന്ന് കൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് എന്തൊരു കഷ്ടകാലം, ദുരിതകാലം എന്ന് പറഞ്ഞാൽ ദുരിതകാലമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് നല്ല നെല്ലുത്തരി കഴിക്കാൻ പറ്റുമായിരുന്നു, അതുകൊണ്ട് കുറെ പണിയെടുത്ത കാരണം. അത് ശരിയാട്ടാ. മറ്റുള്ളവരൊക്കെ റേഷനരി പച്ചരി കഴിക്കുമ്പോ ഗോതമ്പും ഇതൊക്കെ പുഴുങ്ങി കഴിക്കാമായിരുന്നു. അത് ഒരു തവണ കുത്തരി ഒരു തവണ നെല്ല് കറ്റകളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചു ഒരു സ്ഥലത്ത്. അവിടെ പാടത്തിന്റെ കരയിലേക്ക് കൂട്ടി വെച്ചിട്ട് അന്ന് രാത്രിയിൽ ഒരു ദിവസം മഴ പെയ്തപ്പോ ഇത് പെട്ടെന്ന് വെള്ളറിങ്ങി നാശം എന്നല്ല പറയാ, ഈ പുഴുക എന്ന് പറയില്ലേ, ആകെ പുഴുകി കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്ന് പിന്നെ മെതിച്ച് നെല്ലെടുക്കില്ലേ, ആ നെല്ലിനെ കഞ്ഞി കുടിക്കണം. ആ നെല്ല് പുഴുങ്ങി കുത്തിച്ചു കൊണ്ടുവന്നിട്ട് കഞ്ഞി കുടിക്കുമ്പോഴാണ് അത് ഒരു ജാതി ടേസ്റ്റ്, കളയാൻ പറ്റില്ല. കാരണം 400 പറ നെല്ലാണ്. 400 പറ നെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ കഞ്ഞി കുടിച്ച് അവസാനിപ്പിച്ചു. റേഷനരിയേക്കാൾ അക്രമമായത് ഇവിടെ നമുക്ക് കളയാൻ പറ്റുമോ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള സാധനമല്ല. അങ്ങനത്തെ ഓരോ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കൊയ്ത്ത് മെഷീൻ വെച്ചിട്ട് ചെയ്യുമ്പോ ഇങ്ങനത്തെ സാധനങ്ങൾ ചെണ്ട പോലെ അങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ കൊറേ ഗുണങ്ങളുണ്ട് കൊയ്ത്ത് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നും അറിയണ്ട. ചാക്കിലേക്ക് നേരെ കൊണ്ടുവന്നിട്ട് വെക്കിയത് അവിടെ ചാക്കിൽ പാടത്താണ് പോയിട്ട് വരാം. ചാക്കിലേക്ക് ഇങ്ങനത്തെ പാടത്ത് കണ്ട നെല്ല് അവിടെ കണ്ട ചാക്കുകളിൽ നെല്ല് നിറച്ച് ചെയ്യണ നിറയെ അത് ലോറിയിലേക്ക് കയറ്റലാണ്. അമലേട്ടന്റെ വെല്ലിശൻ അതുണ്ട്, ആ പണിയുണ്ട്. അത് സ്ഥിരമായിട്ടുള്ള പണി. ഇത് പിന്നെ ഇവരിങ്ങനെ ഈ സമയത്ത് മാത്രം കയറ്റാൻ വേണ്ടിയിട്ട് വെല്ലിശൻ ചുമട്ട് തൊഴിലാളിയാണല്ലോ, അപ്പോൾ വിളിക്കണതാ. സാധാരണ യൂണിയൻകാർ ഇത് കയറ്റാൻ വരില്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ. ഒന്നാമത്തേൽ ഇത് 50 കിലോനേക്കാളും കൂടുതലുണ്ടാവും ഓരോ ചാക്ക്. പലത് പല വെയിറ്റാ. അതൊന്ന്. രണ്ടാമത് പുറത്തൊക്കെ നെല്ല് കുത്തിക്കൊള്ളും, ആകെ പൊട്ടു. അപ്പോൾ മറ്റേ യൂണിയൻകാർ സാധാരണഗതിയിൽ വരില്ല. വെല്ലിശൻ ഇതിന് പൈസ കൂടുതൽ കിട്ടും. അപ്പോൾ വെല്ലിശൻ ഇതിന് വരും. ഹുക്ക് പോലത്തെ സാധനമില്ല, അങ്ങനെ കുളത്തിങ്ങനെ എടുക്കാൻ വേണ്ടിട്ടാ. ആ കുളത്തിങ്ങനെ എടുത്തിട്ട് തോളത്ത് കയറ്റിയിട്ട് വേണം ലോറിയിലേക്ക് കയറ്റാൻ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും നോക്കാം. അവിടെ എപ്പോഴും ലോറി വരുമെന്ന് അറിയാൻ പറ്റില്ല. അതായത് വൈകുന്നേരമൊക്കെ ലോറി വരുമ്പോഴേ ചിലപ്പോഴേ നെല്ലിന് കാവലിരിക്കണം. മറ്റേ ഇവിടേക്കാ പോയാച്ചെങ്കിൽ വല്ല എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നല്ലേ? എവിടേക്ക്? പുള്ള് തട്ടുകടയിൽ കയറായിരുന്നു അല്ലേ? ഈ പുള്ളിക്ക് പോകാൻ നേരില്ല. പുള്ളിലേക്ക് പോവൊന്നും വേണ്ട. നമുക്ക് അവിടേക്ക് പോകാൻ എന്തൊരു വഴിന്ന് ഞാൻ നോക്കുന്നു. എവിടേക്ക് പോവാൻ? ആ നെല്ലിന്റെ അവിടേക്ക് പോകാനുള്ള വഴി. അല്ലല്ലോ നിങ്ങൾ എന്താ വിചാരിച്ചേ? തിരിച്ചു വീട്ടിൽ പോവാൻ. അതിലെ റോഡുണ്ടോ? കണ്ട ആളുകൾ ഇറങ്ങി വരുന്നുണ്ട് അതിലെ. പിന്നെ അതിലെ വഴി കണ്ട വഴി. അതിലെ വഴിയുണ്ട്, അതിൽ കൂടെ ഇറങ്ങാം. നമുക്ക് ഇങ്ങനെയാണ് നടന്ന് അങ്ങനെയുണ്ട് അവിടേക്ക് എത്താം. ഈ വഴിയോടെ ഉണ്ട് വന്നിട്ട്. സൂര്യകാന്തി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട്
4 പുല്ലും കുറച്ച് വെള്ളവും വൈക്കോലൊക്കെ കാണിച്ചു തന്നിട്ട് പറ്റിച്ചു അച്ഛൻ. ഞാനെങ്ങനെ പറ്റി ഞാൻ എനിക്ക് വല്ലത് ദിവ്യദർശിൻ്റെ അവിടെ സൂര്യകാന്തിൻ്റെ ഒന്ന് എന്നോട് അവർ പറഞ്ഞു മഹേഷും ശിവയും പറഞ്ഞു ഇവിടെ സൂര്യകാന്തി ഉണ്ട് അതുണ്ട് എന്ന് പറഞ്ഞു. അവരാണെങ്കിൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അവർ പണിയുടെ സ്ഥലത്തൊന്നും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ വന്നില്ല. അവർ ബുദ്ധിപരമായിട്ട് മുങ്ങി. അല്ല അവര് പണി സ്ഥലത്തൊന്നും ഇറങ്ങിയിട്ടില്ല എന്നാ പറഞ്ഞ്. അറിയില്ല എത്ര സമയമായിട്ട് പണി ഇറങ്ങാണ്ടിരിക്കേ. ഇപ്പൊ സമയത്ത് അറിയ സമയം 6:35 6:40. ആര് പറഞ്ഞിട്ട് എന്തിന്? അതെ അവരെവിടെ ഉണ്ടാവും ചേരിട്ട് നീ പാൻറ് ഇട്ടിട്ട് വന്നേ. നല്ല കാര്യം. അങ്ങനെ നീ പാൻറ് ഇട്ടല്ലോ. ജഗു ചെറുതായിരുന്നപ്പോ ഇല്ലേ ചെറുതായിരുന്നപ്പോ ജഗുവിന് പാൻറ് വേണം. ട്രൗസർ കൊടുത്തു കഴിഞ്ഞാൽ അലമ്പാണ്. എപ്പോഴും ട്രൗസർ എനിക്ക് പാൻറ് വേണം എന്നിട്ട്. അപ്പോൾ ചെറുതായിരുന്നപ്പോൾ ട്രൗസർ എനിക്ക് ആൺകുട്ടികൾ ഇങ്ങനെ ട്രൗസർ ഇട്ട് നടക്കുന്നത് കാണാനാണ് ഇഷ്ടം, ഭംഗി തോന്നിയിട്ടുള്ളത്. അപ്പം ഇതാ ഉണ്ണിയ ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടിപ്പിക്കും. അത് കഴിഞ്ഞ് വലുതായപ്പോൾ പാൻറ് വേണ്ട അവന്. അപ്പം അവന് ട്രൗസർ മതി. അല്ല നമ്മുടെ വീഡിയോയിലായാലും കണ്ടിട്ടില്ലേ അവനെ ട്രൗസർ ഇട്ടിട്ട് തന്നെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഒരു 2-3 ട്രൗസറുകളുണ്ട്. അതെന്നെ മാറി ഇങ്ങനെ ഇടും. ഇപ്പൊ പിന്നെ സഞ്ജുവിന്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴാണ് 2-3 പാൻറ് എടുത്തത്. നീ വഴിയോളം ഇറങ്ങാം. അവിടേക്കാണ് ലോറി വരാ. ഇവിടെയൊക്കെ പുതിയതായിട്ട് കെട്ടിയതാണ്. വീണൊന്നുമില്ല. ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോ പിടിച്ചു വലിച്ചു അവര് പെട്ടെന്ന്. അപ്പൊ ഞാൻ എന്റെ ചെരുപ്പ് കാണിച്ചു കൊടുത്തു. അത്രയുള്ളൂ. ഈ പാടത്തോടേക്കിന് ലോറികൾ വരാം. ഇതൊക്കെ മീനുകളുണ്ടാവും. മീനുകൾ പിടിക്കാനായിട്ട് വെട്ടി പിടിച്ച് ഓർമ്മയില്ല. ഞാൻ സ്കൂള് പൂട്ടുമ്പോ അമ്മാമ്മയുടെ അവിടേക്ക് ഗൗരി അമ്മാമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോ അവിടെ വീടിന്റെ അടിയിൽ ഇവിടേക്ക് വരും. വീടിന്റെ താഴെ വീടിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പറമ്പാ സ്റ്റെപ്പായിട്ട് പറമ്പുകൾ. ആ പറമ്പ് ഇറങ്ങി വരുമ്പോൾ ലാസ്റ്റ് ഈ കോൾപ്പാടത്തിലേക്ക് എത്തും. അപ്പം ഈ ഇതിലേക്ക് അലക്കാനൊക്കെ വരും. ഞങ്ങൾ അലക്കാനായിട്ട് വരുമ്പോൾ ഇതൊന്നല്ല നല്ല വെള്ളമായിരുന്നു അന്ന്. ഇതുപോലെ നല്ല കിടക്കുക. അപ്പോൾ അവിടെ അലക്കാനായിട്ട് വരുമ്പോൾ അവിടെ മീൻ പിടിക്കാൻ നിൽക്കും. ഒരു കുഴി ഉണ്ടാക്കും കരയിൽ. അതിൽ വെള്ളം നിറച്ചേക്കും. ഇത് മറ്റേ ഈ മൂക്കുത്തി മീനില്ലേ അതാണ്. അതിനെ പിടിച്ചിട്ട് ഇതിൽ കൊണ്ടിടും. എന്നിട്ട് പിന്നെ ഞങ്ങൾ അലക്കൊക്കെ കഴിഞ്ഞ് പോരുമ്പോൾ അതിനെ തിരിച്ച് അതിലേക്ക് വിടും. അങ്ങനെയൊക്കെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. അല്ല അവറ്റങ്ങളാരും ഒന്നും ചെയ്യില്ല. ചൂട്ടാൻ മീനുകളില്ലേ അവരെ പിടിച്ച് ആരും കൂട്ടാൻ വെക്കില്ലേ, വറക്കൂലി ഒന്നും ചെയ്യില്ല. നമ്മുടെ മീൻ കുളത്തിൽ ഒരു 4-4 വന്ന് പെട്ടിട്ടുണ്ടായിരുന്നില്ലേ? എങ്ങനെ വന്നാവോ അല്ലേ? ഏത് കൊളവാഴ കൊണ്ടിട്ട് പോന്നതോ ചേട്ടാ? കൊളവാഴ ആദ്യം കുറച്ചെണ്ണം കൊണ്ടിട്ടുണ്ടല്ലോ. അല്ല മോനെ ഇത് എവിടേക്ക് പോണ്? അന്തവും കുന്തോ ഇല്ലാണ്ട് നമുക്ക് ചോദിച്ചു പോവാ. നമ്മള് കാറ് കിടക്കണം. അത് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരാണ് ഞങ്ങള്. നല്ല രസമുണ്ട് നടക്കുമ്പോ. ക്ഷീണൊന്നുമില്ല. നല്ല കാറ്റ്, നല്ല കാറ്റാണ്, സുഖാണ്. സുഖമാണി നിലാവില്ല. കല്യാണത്തിന്റെ കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണി സന്ധ്യയായി. കല്യാണം അല്ല അത്ര ശരിക്കും അറിയില്ല എനിക്ക് ആ പാട്ട്. നീ വീഴാൻ സാധ്യതയുണ്ട്. അതിൽ കൂടെ നടന്നിട്ട് റോട്ടിൽ കൂടെ നടന്നു. ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന ടൈമിൽ സരിത എനിക്ക് ആദ്യത്തെ ഫോൺ വിളിച്ച ഫസ്റ്റ് ഫോണിലൂടെ പാടി തന്ന പാട്ടാണ് ഈ പറഞ്ഞ പാട്ട്. ആ സമയത്ത് ഇറങ്ങിയ സിനിമയായിരുന്നത് നമ്മൾ, തിളക്കം, കല്യാണരാമൻ, നന്ദനം ഇതൊക്കെ ഇറങ്ങിയ സമയമായിരുന്നു. ഈ പാട്ട് ഭയങ്കര ഹിറ്റ്. എനിക്കറിയില്ല ഇവള് ഭയങ്കര പാട്ടുകാരിയാണ്. നന്നായി ഭയങ്കര പാട്ടായില്ല, നന്നായി പാട്ട് പാടുന്ന എനിക്ക് അപ്പളാ മനസ്സിലായത്. എന്റെ അടുത്ത് ചേട്ടൻ വെറുതെ പറഞ്ഞതാ ഒരു പാട്ട് പാടാൻ. വെറുതെ പറഞ്ഞതാ ഒരു പാട്ട് പാടിയേ. അപ്പൊ ഞാൻ ഈ പാട്ട് ആ സമയത്ത് ഭയങ്കര ഹിറ്റായിട്ട് എല്ലാവരും പാടി നടക്കുന്ന ഒരു പാട്ടായിരുന്നു. അപ്പൊ ഇത് പാടി 4 പേര്. നല്ല രസമായിട്ട്. ഞാനപ്പോ ചോദിച്ചു പഠിപ്പിക്കുന്ന ആളായിരുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് ചോദിച്ചു. അതാണ് എൻ്റെ ചോദ്യം പകരത്തിന്.
അപ്പോൾ നമ്മളങ്ങനെ ചാക്കുകളിൽ അവിടേക്ക് എത്താറായിട്ട് ചാക്കുകൾ അട്ടി വെച്ചുള്ള സ്ഥലത്തേക്ക് എത്താറ് കണ്ടോ നമുക്ക്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയിട്ട് അവരോടൊന്ന് അവർ ചാക്കുകൾ കെട്ടാണ് നെല്ല് കൊയ്ത്ത് യന്ത്രത്തിൽ നിന്ന് നെല്ല് ചാക്കിലേക്ക് ആക്കിയിട്ട് അതൊക്കെ കെട്ടണം. ഇനി കുറച്ച് കഴിയുമ്പോൾ ലോറി വരും. ലോറി വന്നിട്ട് ഇന്നിന് വരില്ലായിരിക്കും കേട്ടോ ലോറി. അത് ചോദിക്കാം നമുക്ക് വെറുതെ. അപ്പോൾ നമുക്ക് കേട്ടാ ചാക്കിൽ നെല്ലാക്കി വെച്ചിരിക്കണ്ട. അവർ ചാക്കിലാക്കണത് അവരെ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് വേണ്ടാന്ന് വെച്ചു. ഇതെന്തിട്ടത് ബൊക്കയാ? ഇതൊക്കെ നെല്ലാക്കി വെച്ചോണ്ടതാ വേണ്ട കുത്തല്ലേന്ന് നെല്ലാക്കി വെച്ചോണ്ടതാ മൂടിട്ടോണ്ടതാ. ഇനി നാളേക്ക് തന്നെ കൊണ്ടുപോയിരിക്കും വേണമെങ്കിൽ. അതും അതുപോലെ അവര് മൂടി വയ്ക്കും. തുന്നി കെട്ടി വെക്കുകയാണ് കണ്ട വായ ഭാഗം തുന്നി കെട്ടിയിട്ട് ഇത് മൂടി വയ്ക്കുക. അഥവാ മഴ വന്നാലും ഇതും കെട്ടി വെച്ചോണ്ട് നെല്ല് കണ്ട നെല്ല് കെട്ടി വെച്ചോണ്ട് വല്ല പാലക്കാട് അങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ആവും. അപ്പോൾ നമുക്ക് പോവാം. വീണ്ടും നടന്ന് പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഞങ്ങൾ ആ നെല്ലിനെ കുറിച്ച് സംസാരിക്കാമെന്ന് ചോദിച്ചായിരുന്നു അവരോട്. ഇത് എങ്ങനെയാണ് നെല്ല് കൊണ്ടുപോകുന്നത്, നിങ്ങൾ ലോറിക്കാരെപ്പോൾ വരും, അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ ചോദിക്കാൻ കൃഷിനെ കുറിച്ച് ഇപ്പോഴത്തെ കൃഷിനെ കുറിച്ചിട്ട് എന്ത് തോന്നുന്നു? അല്ല ഇപ്പോഴത്തെ കൃഷിയെ കുറിച്ച് അവർക്കൊന്നും അറിയില്ല. അല്ല ഇപ്പോഴത്തെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭമാണോ നഷ്ടമാണോ അത് ഇവർക്ക് ഇനി അറിയാം. ഇവർക്ക് നെല്ല് മൊത്തമായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന പരിപാടി മാത്രമല്ലോ. അങ്ങനത്തെ ആൾക്കാരല്ലാണ്ട് ഇവര് ആ കൃഷി സ്ഥലത്തിന്റെ ഉടമസ്ഥന്മാരല്ലേ? ഇവര് കൃഷി സ്ഥലത്തിന്റെ ഉടമസ്ഥന്മാർ ഒക്കെ കഴിഞ്ഞ് അത് കൊണ്ടുപോകണ കമ്പനിക്കാരെ ആളുകളായിരിക്കും മൊത്തം. അല്ലാണ്ട് ബന്ധമൊന്നുമില്ല കൃഷിയെ കുറിച്ചിട്ട്. പൊട്ടിക്കാൻ പറ്റും നിനക്ക്? അല്ലാണ്ട് ഒരാളെ കൃഷി ആയിരിക്കില്ല, പല പല ആളുകൾ കൃഷി ആയിരിക്കും. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. എന്താ വേണ്ട ചെളി താഴ്ച ജഗ്ഗുവിനോട് ഞാൻ വെറുതെ ഒരു പൂ പൊട്ടിച്ചു തരുമെന്ന് ചോദിച്ചതാ. ജഗ്ഗുവിന് അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ നല്ല പൂവ്. താങ്ക് യു. കുളവാഴ പൂവ്, നൊസ്റ്റാൾജിയ വരുന്ന പൂവ് അത് അല്ലേ പലർക്കും. ഈ പൂവിനെ എന്തൊരു ഭംഗിയാല് ഈ പൂവ് കാണാൻ ശരിക്കും. ആ പൂവിന്റെ ഇങ്ങനെ ഇതിന്റെ ഉള്ളില് ഒരു മയിൽപ്പീലി പോലെ ഇതിന്റെ അതിന്റെ ഉള്ളില് വേറെ ഭയങ്കര ഭംഗിയുള്ള ഒരു പൂവാണ്. നിനക്ക് എന്തെല്ലാം സാധനങ്ങൾ കിട്ടി? എവിടെ കുറുക്കനത് പോണില്ലേ? പട്ടികളാവും ചിലപ്പോ. ഇന്നേ ഒരു രസം ഉണ്ടായി. നമ്മുടെ പേളീനെ വന്നിട്ടുള്ള ചേച്ചിയിരുന്നു. ഞങ്ങൾ പേളീനെ കൊണ്ടുവരാനായിട്ട് ഒരു വീട്ടിൽ പോയി അകലെ കൊട്ടക്കാട് വശത്തേക്ക്. അവിടുത്തെ ചേച്ചി ഒരു മെസ്സേജ് ഇട്ടോണു, അജു ഒരു നായക്കുട്ടി കൂടി ഉണ്ട്, ഞങ്ങളുടെ ഉക്രു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഉക്രുവിനെ വേണമെങ്കിൽ എടുത്തോ. അവള് ഡീസന്റ് ആണ്. വന്ധീകരണം നടത്തിയതിലാണ്. നല്ല ഡീസന്റ് ആണ്. അത്യാവശ്യം ആളുകൾ കണ്ട കുരയ്ക്കും. നല്ല സ്നേഹമുള്ളതാണ്, ഇണക്കുള്ളതാണ്. കുഞ്ഞിതിലേ തൊട്ട് പൂട്ടിയിട്ട് വളർത്തിയതാണ്. അതിന് 1 വയസ്സ് 2 വയസ്സൊക്കെ ഉണ്ടാവും. അതിനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ട് ആള് മെസ്സേജ് അയച്ചോണു. അതൊന്നിട്ടാ അത് കഴിഞ്ഞപ്പോൾ ജഗ്ഗുവിന്റെ ക്ലാസ്സിലത്തെ ടീച്ചറല്ല, ടീച്ചറുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിയിട്ട് ഒരു ചേച്ചി വിളിച്ചതാ. സ്കൂളിൽ വർക്ക് ചെയ്യണ ഒരു ചേച്ചിയാന്ന് തോന്നുന്നു, പ്യൂൺ അങ്ങനായിരിക്കും. നമ്മുടെ വീഡിയോ കണ്ടു. അപ്പോൾ നിങ്ങൾ ഈ നാടൻ പട്ടികളൊക്കെ പല സ്ഥലങ്ങളിലും നടക്കണ പട്ടികളൊക്കെ എടുത്ത് വളർത്തുന്നുണ്ടെന്ന് കേട്ടു. അപ്പം അതുകൊണ്ട് എൻ്റെ വീട്ടിൽ 2 എണ്ണത്തിനുണ്ട്. അതിനൊന്ന് കൊണ്ടുപോയി തന്ന ഉപകാരമായി. നമ്മുടെ വീട്ടിൽ ഇപ്പം എന്നെ 11 എണ്ണമായി. അപ്പോൾ എന്താ പറയാ, ആളുകൾ ധാരണി നമ്മളിങ്ങനെ നായ്ക്കളെ കാണിക്കിന്റെ കുറച്ചൊക്കെ നമ്മളിങ്ങനെ ആറ്റകളെ പറ്റി അല്ല എടുത്തു കൊണ്ടുവരാൻ പോവാന്നൊക്കെ പറയണ്ടല്ലോ. അപ്പൊ വിചാരിക്കേണ്ട ആൾക്കാര് നമുക്ക് ഇങ്ങനെ വളർത്തണ വല്ല കേന്ദ്രം ഉണ്ടായിരിക്കും വിചാരിച്ചിട്ടായിരിക്കും ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നല്ല ഒരെണ്ണം ലാബും ക്രോസ് പോമറേനിയനും ക്രോസ് അത് 2 ആണെന്നാ പറഞ്ഞേ. നല്ല ഇണക്കള, നല്ല സ്നേഹമുള്ളവരാ. ചേച്ചി ജോലിക്ക് വരണ കാരണം കൊണ്ട് അതിന് നേരില്ല. ഇനിയിപ്പോ അഥവാ വേറെ വല്ലവരും അങ്ങനെ കൊണ്ടുപോയി നോക്കണവരുണ്ടെങ്കിൽ അവരോട് അവരുടെ നമ്പർ പറയാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂട്ടാ. എന്തേ നമ്മളെവിടേക്ക് എത്തിയപ്പോ? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണല്ലേ?
ലേലു അല്ലു ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടാ ഇന്നത്തെ വ്ളോഗിനെ പറ്റിയിട്ട്.